ഫ്ലാഷ് ബാക്ക്. എന്റെ സബ്സ്ക്രിപ്ഷൻ എനിക്ക് എന്തായാലും നിർത്താൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും സബ്സ്ക്രിപ്ഷന് ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതുപോലെ ഭയങ്കര സങ്കടത്തിലും ടെൻഷനിലുമാണ്. സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടിരിക്കുകയാണ്. അപ്പം ടെൻഷൻ വരുമ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് എടുത്ത് എൻ്റെ ജോലി, എൻ്റെ ആൽബങ്ങളും എൻ്റെ സിനിമയാണേലും എൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളുമായിട്ട് ഞാനൊരു സൈഡിൽ കൂടെ പോകും. അവർക്ക് സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് വലിയൊരു താങ്ക്സ് ആണ്. കാരണം എന്നെ ചേർത്ത് പിടിക്കാൻ ഇത്രയും പേരുണ്ടല്ലോ. അത് ഭയങ്കര ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റിയ മുഖങ്ങൾ എൻ്റെ വീട്ടുകാർ. രേണു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ചെറിയ ആൽബങ്ങളും പാട്ടിൻ്റെ ഇതൊന്നൊക്കെ കിട്ടുന്ന ഒരു വരുമാനം അല്ലാതെ ഞങ്ങൾക്ക് വേറെ വരുമാനം ഇല്ല. കരിഷ്മ പോലെ കരിഷ്മയിലേക്ക് വരാം. കരിഷ്മ അത്യാവശ്യം നല്ല ഫെയിമിൽ നിൽക്കുന്ന, അത്യാവശ്യം പണവും സ്വാധീനവും ഒക്കെ ഉള്ള ഒരുത്തിയാണ്. എന്തിനാണ് കരിഷ്മ ഇവൾക്കൊപ്പം നടക്കുന്നത്? ഈ ബിസിനസിന് ഏറ്റവും കൂടുതൽ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന കരിഷ്മയാണ്. അതുകൊണ്ടാണ് കരിഷ്മ ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന, ഇത്രയും പോപ്പുലറായി, ഇത്രയും ഫിനാൻഷ്യൽ സൗണ്ട് ആയ ഒരു സ്ത്രീ വന്ന് ഇവക്ക് മാനേജറായിട്ട് നിൽക്കുന്നത്. കരിഷ്മയെ പറ്റി പറയുമ്പോൾ 100 നാവ. എന്റെ പൊന്നി ചങ്കാണെന്നാണ് പറയുന്നത്. കാരണം ബാക്കി എന്തിൽ കൂടെ കിട്ടുന്ന പണത്തിനേക്കാൾ ഉപരി ഈ ഒരു കാരിയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നല്ലൊരു തുക അവളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. മാസം മാസം ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞ ദുബായിലോട്ടൊക്കെ പോകുന്നുണ്ട്. അത് എന്തിനാണ്? ഇനോഗ്രേഷന് പോകുന്നു. പറയട്ടെ, പറയുന്ന പറഞ്ഞോണ്ടിരിക്കട്ടെ. ഡ്രഗ് മാഫിയയുടെ കാരിയറാണ് എന്നൊക്കെ അവിടെ അമ്മച്ചിയാ ഡ്രഗ് മാഫിയയുടെ. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. പേജ് 128. കഷ്ടപ്പെട്ട് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, വായിക്കേ. എയർപോർട്ടിൽ വന്നിറങ്ങിയ കടത്തുകാരി, പക്ഷേ സ്വർണ്ണക്കടത്ത്, ഹവാല പണം ഇടപാട്, ഇതിനകത്ത് ഇവൾ ഇൻവോൾവഡ് ആണെന്നുള്ളത് എന്റെ സംശയമാണ്. ഞാൻ എന്റെ സംശയമാണ് മുന്നോട്ട് വെച്ചത്. വന്നിറങ്ങിയ ഉടനെ തള്ള എന്റെ തലയിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. മുതുക്കി കേൾക്കാം. ഡ്രഗ് മാഫിയയുടെ കാരിയറാണ് എന്നൊക്കെ അവിടെ അമ്മച്ചിയാ ഡ്രഗ് മാഫിയയുടെ. മനസ്സിലായോ? അവിടെ അമ്മച്ചിയാ ഡ്രഗ് മാഫിയയുടെ കാര്യം. ഷെഫീന ബീവിയുടെ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. എനിക്കണ്ടോ എന്റെ ഉമ്മ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ച സർവേയറായി റിട്ടയർ ആയ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയും സീനിയർ സിറ്റിസണുമാണ്. നിന്റെ തള്ളയെ പോലെ തങ്കൂന്റെ ജട്ടിയും കഴുകി വിധവ തന്നെയാണ് അവരും. പക്ഷേ നിന്നെ പോലെ ജട്ടിയും ഇട്ട് ആട്ടി കാണിച്ച് വട വിൽക്കാനുണ്ടേ എന്ന് മാസത്തിൽ 3 വട്ടം ഗൾഫിലേക്ക് പോയി വട വിറ്റിട്ട് വരുന്ന ആളും അല്ല. ഈ പറയുന്ന രീതിയിൽ നീ എന്റെ ഉമ്മായെ പറഞ്ഞതുകൊണ്ടാണ് തിരിച്ചു പറയണത്. ഹലോ ഗൈസ്, ഞാനേ കുറെ ദിവസം കൊണ്ട് നിങ്ങളെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഷെഫീന ബീവിയുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്, അതെന്താ പബ്ലിഷ് ചെയ്യാത്ത, ഒളിച്ചു വെച്ചിരിക്കുന്നു, അത് ചുമ്മാ പറയുന്നുണ്ട്, ഖള്ളിയാണ് എന്നൊക്കെ പറയുന്ന കുറെ കമന്റ്സ് ഞാൻ കണ്ടിരുന്നു ഫേസ്ബുക്ക്. അപ്പൊ അവരുടെയൊക്കെ ഒരു ഡൗട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല, ചുമ്മാ അങ്ങോട്ട് തള്ളി മറിച്ചതാ എന്നുള്ളതാണ്. രേഷ്മ പി തങ്കച്ചന്റെ യാത്രകൾ എനിക്ക് ആദ്യമേ ഡൗട്ട് ഉണ്ടായിരുന്നു. സെക്കൻഡ് തിങ്, അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇവിടുന്നുള്ള കുറെ ഇൻഫർമേഷൻസ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് റിലയബിൾ ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് അവിടുന്ന് കിട്ടണം. അങ്ങനെയും കുറെ സോഴ്സിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിതൊന്നും പ്രസന്റ് ചെയ്യാനൊക്കത്തില്ല, ആർക്കും കൊടുക്കാനൊക്കത്തില്ല. നമുക്കിത് പോലീസിന് കൈമാറാനേ പറ്റൂ. അപ്പൊ എനിക്ക് ഉറപ്പായ ഒരു കാര്യമാണ്, ഇതിങ്ങനെ എന്തോ അതിനകത്ത് നടക്കുന്നുണ്ട്. 13 ദിവസത്തെ ട്രിപ്പ്, 13 ദിവസത്തിൽ അവിടെ നിൽക്കുന്ന കാര്യം. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് മാച്ചപ്പ് ചെയ്യുമ്പോൾ സംതിങ് സംവെയർ വെരി പിച്ചി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ശരിക്കും ഇതിന്റെ ബിഹൈൻഡ് പോയത്. ആൻഡ് ഐ ആം സക്സസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൽ ഒരു ഇൻഫർമേഷൻ ഞാൻ അവിടെ വെക്കുന്നുണ്ട്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ആക്ച്വലി വോയിസ് മോഡുലേഷൻ ഇട്ടാണ് ഞാനിത് പ്ലേ ചെയ്യുന്നത്. അത് എനിക്ക് ഇൻഫർമേഷൻ തന്ന പെൺകുട്ടിയുടെ ലൈഫ് റിസ്കിലാക്കാൻ ഞാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാണ്. പോലീസുകാർക്ക് എന്നെ സമീപിക്കാം വിത്ത് ക്ലിയർ ID. ഞാനത് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. അനുഭവസ്ഥയാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പറയുന്നത്. അവർ പറഞ്ഞത് അവരുടെ ഉത്തരവാദിത്തമാണ്. എനിക്ക് അവർ തന്ന മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നതാണ്. 100% എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്.
ഇങ്ങനെ ഒരു കരിയർ ആയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കുൽസിതങ്ങൾ നടക്കുന്നത്. അല്ലാതെ നമ്മളൊക്കെ ഇപ്പം ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എത്രയോ പേരുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി എന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നത്? ഇവരെന്തിനാണ് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഇങ്ങനെ റീച്ചിലേക്ക് പിടിക്കുന്നത്? ഇതൊക്കെ നമുക്ക് സംശയം തോന്നിയ കാര്യമാണ്. ആ സംശയത്തിന്റെ പിറകെ പോകുമ്പോൾ കിട്ടിയ ക്ലിയർ എവിഡൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഒരു കോംപ്ലിമെന്റ് എന്താടാ നിനക്ക് തിരിച്ചടിക്കണമെന്നുണ്ടാ? ഞങ്ങള് ബുക്കും പേപ്പറായിട്ട് വന്നാണ് സാർ. പിന്നെ പേന നിന്റെ അപ്പം കൊണ്ടുവരോടാ? അയ്യോ, ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവരുടെ കൂടെയുള്ള കരിഷ്മ എന്ന് പറയുന്ന ആ ലേഡിയെ ചുറ്റിപ്പറ്റി, അവരുടെ ഹസ്ബൻഡിനെ ചുറ്റിപ്പറ്റി ഇവിടെയുള്ള കുറെ പേര് എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അത് ഞാൻ ഓഹോ, കച്ചവടം തുറക്കുന്നതിന് മുമ്പ് പെൺപാണിപ്പ് തുറക്കില്ലടാ. കോൺ തിരട്ട് ബനാ ഹോന. ബനാനെ ബനാനല്ല, ഹിന്ദിയില്. അച്ഛാ, പക്ഷെ എന്നിരുന്നാലും എനിക്ക് എന്റേതായ ഒരു പിന്നെന്താ, എനിക്ക് തന്നെ ബോധ്യപ്പെടാത്ത ചില കല്ലുകടികൾ അതിനകത്തുകൊണ്ടാണ് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഞാനത് കൃത്യമായിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ചുമ്മാതെയൊന്നും കരിഷ്മയെ പറ്റി പറഞ്ഞതല്ല. കരിഷ്മ അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണ്. അവരെന്തിനാണ് ഇവരുമായിട്ടൊരു ലിങ്ക് വെച്ചിരിക്കുന്നത്, ഇവരുടെ മാനേജറായിട്ട് ഇരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് കല്ലുകടിയുള്ള സാധനങ്ങളാണ്. ഇനി നീ എങ്ങാനും ഉള്ളൂ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. മേ ബി അവർക്ക് എന്നോട് ശത്രുതയൊക്കെ ഉണ്ടാവട്ടെ, പക്ഷെ റിയാലിറ്റി എൻഡുകൾ ഡിഫറെന്റ് ആണ്. അങ്ങനെ ഒരു തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ളതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഇഷ്ടം, ഓരോരുത്തരുടെ ഇഷ്ടം, നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പൊ ഈ വോയിസ് ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഇവരുടെ അവിടുത്തെ ലിങ്കുകൾ, ഇവരവിടെ പോയി എന്തിനായിരുന്നു, ഇവരവിടുത്തെ ഈ ഗോൾഡ് സ്മഗ്ലിങ്ങിന്റെ ആൾക്കാരുമായിട്ട് ഇവർക്ക് സഹകരണമുണ്ടോ, ഇവരെ കൊണ്ടുപോയ ടീമിന്റെ എന്താണ് ഉദ്ദേശം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ കുട്ടി പറയുന്നുണ്ടേ. അത് നിങ്ങൾ തന്നെ കേൾക്കുക, വിലയിരുത്തുക. അത് ഇങ്ങനെയൊക്കെ സ്വർണ്ണക്കടത്തെന്ന് പറഞ്ഞില്ലേ, അതിന്റെയൊക്കെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. പിന്നെ ഞാൻ സത്യത്തിൽ ഷെബീനയുടെ ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, ഷെബീന ഇതൊന്നും പറയുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഇവിടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. ഇവളെയൊക്കെ പിടിക്കാനാണ് പെണ്ണുങ്ങൾ മാസത്തിലും ആഴ്ചയിൽ 2 ആഴ്ച മുമ്പാണ് നാട്ടിൽ പോകുന്നത്. പോയിട്ട് നാട്ടിൽ നിന്ന് വെമ്പുതറിയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ വീഡിയോയിൽ തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒന്ന്, ഈ പാപ്പിലോണിന്റെ തന്നെ ഒരു അവിടുത്തെ ആ മാനേജർ എന്ന് പറയുന്ന ഒരുത്തൻ്റെ ആദ്യം റാസൽ കെയ്മ, അത് കാന്താരി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതിപ്പം ആ കാന്താരി റെസ്റ്റോറൻറ്റ് മാറിയിട്ട് ആ റാസൽ കൈമയിൽ ഇപ്പോൾ വേറെ ഏതോ പേരിലാണ് ഒരു ബാർ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. അവിടെയാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് ഈ രേണു ഇപ്പൊ പോയിട്ട് വന്നത്. ഇവരുടെ ഇതാണ് ദുബായ് പാപ്പിനോട് ഞാനിതാ എത്തിയിരിക്കുന്നു. അപ്പൊ മറ്റന്നാൾ തൊട്ട് അടിപൊളി ലൈവ് മ്യൂസിക്കും ഡാൻസും ഒക്കെ ആയിട്ട് നമുക്ക് ഒന്നിച്ച് കൂടെ. ഒരു പിന്നെ റെസ്റ്റോറൻ്റ് ആയിരുന്നു, പാപ്പുലോ റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് തുടങ്ങി. അന്ന് രേണു സുധിയെ വരാൻ തുടങ്ങി. അന്ന് ഞാൻ ചെന്നപ്പോഴാണ് പാപ്പുലോണിൽ വെച്ചിട്ട് രേണുവിനെ കാണുന്നത്. അപ്പൊ അന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്ന് നോക്കാം. നല്ല മുയൽ വരട്ടിയതുണ്ട്, അതുപോലെ ബോട്ടി ഫ്രൈ ഉണ്ട്, ചക്കപ്പുഴുക്കുണ്ട്, കള്ളപ്പുണ്ട്, ചേമ്പ് ഒഴുകിയതുണ്ട്, ചട്ടിച്ചോറുണ്ട്. ഇപ്പൊ ഷെഫീന പറഞ്ഞൊരു കാര്യമില്ലേ, ഈ സ്വർണ്ണക്കടത്തും അതും ഇവർ ആഴ്ചയിലും മാസത്തിലും പോണ പെണ്ണുങ്ങളുണ്ട് അവിടെ. ഇപ്പോഴെ എണ്ണത്തിന് ഞാൻ പറഞ്ഞു വരാം, അതെല്ലാം രഹസ്യമായിട്ടാണ്. ജന നാട്ടിൽ പോകും, നാട്ടിൽ നിന്ന് കൊച്ചു കൊമ്പളാരെ കൊണ്ടുവരും. അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ നടത്തുന്നത്. ഇവർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ സൈഡായിട്ട് സ്വർണ്ണത്തിൻ്റെ ഉണ്ട്. എന്നാൽ അതിലുള്ള ഞാൻ ഈ പറയുന്ന ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡി എവളുമായിട്ട് നദിയിൽ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരാൾ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പാടുന്നത്. അപ്പം ആ വീഡിയോയിൽ ഉണ്ട്. പക്ഷെ എൻ്റെ സാരി വേണമെങ്കിൽ മര്യാദയ്ക്ക് ഉടുത്ത് നിൽക്കാം. അപ്പം അത് കാണിക്കണം എന്നുള്ള ഒരു ഇതിലായി എന്നല്ലോ അങ്ങനെ ഇരുന്നത്. ഈ പെണ്ണുകൂട്ടിക്കൊടുപ്പും ഈ പറയുന്ന അവർക്ക് ഈ ആഴ്ചയിൽ എങ്ങനെയാണ് നാട്ടിൽ പോണേന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പണം എനിക്കൊരു പ്രശ്നമല്ല. സത്യം, ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നൊരു കാര്യം. ഇതിൻ്റെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. പക്ഷേ ഇവളെയൊക്കെ പിടിക്കാൻ ആരും ഇല്ലെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ദുബായ് രാജ്യത്തെ ഇവിടെ ഇത് ഇല്ലീഗലാണ്. ഇല്ലീഗൽ പ്രവൃത്തികൾ മാത്രമാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഫ്രണ്ടിൽ 2 ബംഗ്ലാദേശ് വെച്ചിട്ട് ഒരു തീരുപ്പം അതിൻ്റെ
ഒന്നാം നമ്പർ ഈ ബിസിനസ് നടത്തുന്നതിന്റെ ഒരു മെയിൻ ഒരാളാണ് അവൾ. എവളോ എന്തു ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. എന്താ ഹോബീസ്? ഐ മീൻ ഒഴിവ് സമയങ്ങളെങ്കിലും ചിലവഴിക്കുന്നു? ഒഴിവ് സമയം കിട്ടാറില്ല. ഇവളൊക്കെ ആയിട്ട് നമ്മുടെ ആ ഗ്രൂപ്പിനകത്ത് ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ നല്ല കൂട്ടായിരുന്നു. പക്ഷെ ഇവളുടെ ഈ ബിസിനസ് ഇവൾ ഇങ്ങനത്തെ ഇതാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊക്കെ ആയിട്ട് ഞാൻ എല്ലാ കൂട്ടുകെട്ട് ഞാൻ കട്ട് ചെയ്തു. ഇവക്കിതാണ് ബിസിനസ്. അവളാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത്. ഇനിയൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ എൻ്റെ മറ്റേ ഫോണിലാണ് കിടക്കുന്നത്. ആ വീഡിയോ പച്ച മാങ്ങ കടിച്ച് കടിച്ച് തിന്നുന്ന രേണുസുതി. അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം? ഇവള് അവളുടെ അടുത്തിരുന്ന് രഹസ്യം പറയുന്നതും എല്ലാം കാണാം. അങ്ങനത്തെ വൃത്തിയിട്ടവളുമാരാണ്. ഇവളുമാർക്ക് കൂട്ടു നിൽക്കാനായിട്ട് ഒരുപാട് പണമുള്ള ആണുങ്ങൾ ഒക്കെ ഉണ്ടാവും ഇവർക്ക് സപ്പോർട്ട് ചെയ്യാനും കൂട്ടു നിൽക്കാനും ഒക്കെ. അരുണിന്റെ DDD ആക്ടിവിറ്റീസും തുറന്നു കൊടുക്കും. ആക്ടിവിറ്റീസ് ലൈക്ക് ഡ്രഗ്സ്, ആയുധ കച്ചവടം, മാംസം. പിന്നെ ഷബീന പറയുന്ന കാര്യങ്ങൾ കറക്റ്റായ കാര്യങ്ങളാണ്. ഈ പോവുകയും വഴിയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. അത് സീരിയസ് ആയ കാര്യമാണ്. ദുരുദ്ദേശം എന്ന് പറഞ്ഞാൽ എവളം നല്ല ഇനി ഈ മാസത്തിനും ആഴ്ചയിലും ഇങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഈ പറയുന്ന സൈഡിൽ കൂടെ ഈ സ്വർണ്ണത്തിൻ്റെ സംഭവം ഇവരെന്നല്ല ഒട്ടുമിക്ക പെണ്ണുങ്ങൾ നാട്ടിൽ നിന്ന് 6 മാസത്തോളം പോവുകയും വഴിയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ഇവർ മാസം തോറും ലീവിന് നാട്ടിൽ പോകുന്നതിനാണ് ഇവർ അന്വേഷിക്കേണ്ടിയുള്ളത്. ഇവരൊക്കെ വരുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ തിരിച്ചു പോകുന്നത് എന്താണ്, അത് അന്വേഷിക്കേണ്ടിയുള്ളതാണ്. മാസം മാസം ഇനാഗുറേഷൻ എന്ന് പറഞ്ഞ് ദുബായിലോട്ടൊക്കെ പോകുന്നുണ്ട്. അത് എന്തിനാണ്, കയ്യിൽ പണം ഉള്ളതുകൊണ്ട് ഇവർക്ക് ഒരുപാട് പിരിപാടുള്ളതുകൊണ്ടും പണം ഉള്ളതുകൊണ്ടും ആരും പേടിച്ചിട്ടൊന്നും പറയൂല. ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ആ പാപ്പുലർ റെസ്റ്റോറൻറ്റിലെ മാനേജറാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. പാപ്പുലർ റെസ്റ്റോറൻറ്റിലെ മാനേജറാണ് ഇരിക്കുന്നത്. അങ്ങേരെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് കിടക്കുന്ന കണ്ടിട്ട് ഞാനിത് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് ഈ വീഡിയോ. ഇനിയൊരു വീഡിയോ കൂടെ ഉണ്ട്, അത് വേറെ ഫോണിലാണ് കിടക്കുന്നത്. പിന്നെ അത് ആ വീഡിയോക്കകത്ത് കറക്റ്റ് ഇവൾ അവിടെ ഇരുന്നിട്ട് കള്ളു കുടിക്കുന്നതും എന്താണ് കാണിക്കുന്നത്? ഞാൻ മദ്യത്തിൽ മുങ്ങി കുളിക്കുകയാണ്. പിന്നെ ഇവളവിടെ ഇരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാപ്പുലർ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യാനൊന്നും അല്ല ഇവൾ അന്ന് പോയത്. അവിടെ വരുന്ന ആൾക്കാരെ പിന്നെ സോപ്പിടാനും അവിടെ ആൾക്കാരെ പിന്നെ ഡീൽ ചെയ്യാനും അപ്പം ഇവളൊരിത്തിരി പോപ്പുലറായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവളെ കാണാനും അതിന് വേണ്ടിയിട്ട് വരുന്നത്. ഇത്രയും ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കുന്നു. അവർക്ക് നമ്മൾ കാശുള്ളതിന് ഈ വോയിസ് എനിക്ക് കിട്ടിയിട്ട് ഞാനിത് പബ്ലിഷ് ചെയ്യാതിരുന്നതിന്റെ റീസൺ എനിക്ക് ആ കുട്ടിയുടെ സെക്യൂരിറ്റിയെ ഇത് ചെയ്തിട്ടാണ്. എനിക്കതിനെ അങ്ങനെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാൻ ഒക്കത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പറഞ്ഞ വ്യക്തിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഞാൻ ഇതിന്റെ ഒപ്പം വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം, നിങ്ങൾ അതിൽ നിന്ന് കണ്ടെടുത്ത് വെച്ചാൽ മതി. ഇനി അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഒരു കാര്യം പറയാം, ഇതൊരു ഗ്യാങ് ആണ്. ഈ മാഫിയ ഗ്യാങ്ങിനെ എതിർക്കുമ്പോൾ ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഇല്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കാം. കമന്റ്സ് ഇടുന്നവർക്ക് ഈസിയാണ്. നിങ്ങൾക്ക് കമന്റ് ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി. ഞങ്ങളുടെയൊക്കെ ലൈഫ് റിസ്കിലാ. കണ്ടിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെതിരെ നിൽക്കുന്നത്. നിങ്ങൾ ഒന്നാമത്തെ കാര്യം, ഇവർ പോകുന്നതും വരുന്നതും ഉദ്ഘാടനത്തിനാണെങ്കിൽ 1 day 2 day 3 day മാക്സിമം 7 day 13 days നിൽക്കുന്ന എന്തിനാണ്? പിന്നെ സെക്സ് റാക്കറ്റ് ഉണ്ട് അവിടെ. അതായത് സെലിബ്രിറ്റികൾക്ക് ചാർജ് കൂടുതൽ കിട്ടുന്ന ഒരു ടൈം ഉണ്ട് അവിടെ. സെലിബ്രിറ്റി മോഡലുള്ളവർ ചെന്ന് അവിടെ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന സ്ഥലം തന്നെയാണ്. പക്ഷെ ഒരു സെലിബ്രിറ്റിയെ ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചില പ്രാന്തന്മാർക്ക് ഒരു പ്രാന്ത. അപ്പൊ അതിന് ഈ കൈ ഇങ്ങനെ എന്റെ കയ്യിലൊന്ന് വെച്ച് തന്നാ മതി, ഈ കൊച്ചിയിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് തന്നാ മതി, യുൽ ഗെറ്റ് യുവർ പ്രൈസ്. അവരെത്ര വേണമെങ്കിലും കൊടുക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒന്നിലേക്ക് ഇവർ ഇൻവോൾവഡ് ആണോ അല്ലയോ എന്നുള്ള അവരുടെ ഡൗട്ടാണ് അവർ പങ്കുവെച്ചത്. എനിക്കതിനകത്ത് ഉത്തരവാദിത്തമില്ല കേട്ടോ. അത് അവരുടെ ഡൗട്ടാണ്. അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. സാധ്യതകൾ ഏറെയാണ്. കെട്ടുവെള്ളം കടൽക്കൂട്ടുണ്ട്, അതുപോലെ മീൻമുട്ട കാന്താരി ഫ്രൈ ഉണ്ട്, പോത്തിന്റെ കാല് കുരുമുളക് വറുത്തതുണ്ട്, അതുപോലെ പോത്തിന്റെ കാലുണ്ട്. September 27th നൈറ്റ് 9 PM തൊട്ട് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നല്ല അടിപൊളി കലാപരിപാടികളും മ്യൂസിക്കും ഒക്കെ ആസ്വദിച്ച് നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ ഇതാ നമ്മുടെ പാപ്പിലോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ പാവം, പോട്ടെ അങ്ങനെ അവന്റെ മെയിൻ സ്വിച്ചും പോയി. എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. അറിയേരമ്മേരാട്ടുകുട്ടി മണി എന്റെ മേരെ സോപ്പ് പട്ടി, അറിയേരമ്മേരാട്ടുകുട്ടി മണി എന്റെ മേരെ സോപ്പ് പട്ടി, ആട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന് കുട്ടപ്പട്ടി.